ഹലോ ഫ്രണ്ട്സ്, നല്ല മഴയുടെ സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കട്ടെ എന്ന് ചോദിച്ചാൽ തന്നെ ഇവിടെ കട്ട മഴയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിട്രസ് സോഡ സർബത്ത്. ഇതൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആട്ടോ. ഒരൊറ്റ സിട്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഗ്ലാസ് ഉണ്ടാക്കാം. ഈ സിട്രസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മുടെ ഓറഞ്ചിൻ്റെ ഫോറിൻ കസി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് സിട്രസ്. ഓക്കെ, എങ്ങനെയുണ്ട് സംഭവം? ആൾ കാണുമ്പോൾ തന്നെ കിഡുമായിട്ടില്ലേ. ഈ ഗ്ലാസ്സിൽ ആ സിട്രസിൻ്റെ പൾപ്പൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടാൽ സിട്രസ് സോഡ സർബത്തിൻ്റെ ഈ ഭാഗം മാത്രം കണ്ട് നിങ്ങൾ പോയത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നറിയില്ല. അപ്പം ഇനി കിടക്കാം. അപ്പം ഞാനിതാ മുറിച്ച് വെച്ചിരിക്കുന്നു. 3 ഗ്ലാസ് വെച്ചിട്ട് ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് 4 പേർക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിനുള്ള ഒരു സിട്രസിൽ 4 പേർക്ക് ഉണ്ടാക്കാം. സിട്രസ് ഉണ്ട്, ചെറുനാരങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ ഒരു ലേശം ഉപ്പുണ്ട്, സർബത്തുണ്ട്, സോഡയുണ്ട്. നമുക്ക് ഇവിടെ ഈ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ സോഡ കിൻലൊന്നും ഈ ഇവിടെ കിട്ടുന്നില്ല ചില സംഭവം. അപ്പോൾ നമ്മൾ അവിടെ കിട്ടുന്ന ലോക്കൽ സോഡ ഏതാ ബ്രാൻഡാണ് കിട്ടുന്നത് വെച്ചാൽ ആ ബ്രാൻഡ് നമ്മൾ വാങ്ങുന്നു. അപ്പോൾ ചോക്കി നിങ്ങൾ ഈ സിട്രസ് എന്ന് പറഞ്ഞ സാധനത്തിന് നല്ല മധുരമാണ്. അപ്പോൾ ആ മധുരം പിന്നെ നമ്മൾ കുറച്ച് സർബത്ത് ഒഴിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ആ മധുരം ആ പുളിയും ഈക്വലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ മസ്റ്റാണ്. ചെറുനാരങ്ങ ഇല്ലാതെ നിങ്ങളിത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ആ കിടക്കുന്നതാണ് ഇഞ്ചി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ, അതായത് കാർബൺ സോഡയാണല്ലോ കാർബൺ ആണല്ലോ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഈ സോഡ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു ഈ വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാനിതിൽ ഈ ഇഞ്ചി ഇടുന്നത്. ഇഞ്ചി ഇല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം. ചിലർക്ക് പച്ചമുളക് ഉപയോഗിക്കാം. ഇതൊക്കെ ഇഷ്ടമുള്ളവരുടെ അവരുടെ ഫ്ലേവർ അനുസരിച്ചിട്ട്. പച്ചമുളകൊക്കെ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇഞ്ചി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്യാസ്ട്രിക് എഫക്റ്റ് കുറച്ചും കൂടി നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മളെടുക്കുന്നു. ചെറുനാരങ്ങ കാണുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഫോക്കസ് കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാരണം വീഡിയോ എടുക്കാൻ ഹെൽപ്പൊന്നുമില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഉണ്ടാക്കട്ടെ, എന്നിട്ട് ബാക്കി 2 ഗ്ലാസ്സിലേക്ക് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എടുത്തത് ഇഞ്ചി ഒരു ലേശം എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇഞ്ചി ഒരു തുള്ളി, അത് ഞാൻ പറഞ്ഞില്ല, ആ ഇഞ്ചിയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചതച്ചിരിക്കുകയാണോ, ചതച്ച ഇഞ്ചിയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് ഒരു ലേശം എടുക്കുക, അതിലിട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് വേണ്ട സാധനമാണ് നമ്മുടെ സ്വന്തം സിട്രസ് അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ ഫോറിൻ കസിൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിക്കുന്നു. സിട്രസ് കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും. സിട്രസ് ജ്യൂസിനാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ വെച്ചാൽ തിരിച്ച് അതേമാതിരി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്ന സാധനമാണ് നന്നാരി. എഗെയിൻ ഈ നന്നാരി സർബത്തിൻ്റെ ഒറിജിനൽ ഐറ്റം കിട്ടും കേട്ടോ, ഞങ്ങളുടെ സൈഡിലില്ല. അത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഉപയോഗിക്കുന്ന വാരിയേഴ്സിൻ്റെ നന്നാരിയാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. 100% ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ ഈ ബോട്ടിൽഡ് ഐറ്റംസ് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. മധുരം ഒരു ലേശം കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മ ഒരു മധുരപ്രേമിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മധുരം ഒരു ലേശം കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ മധുരം ഒഴിച്ച്, അതായത് നമ്മുടെ നന്നാരി ഒഴിച്ച് ഇപ്പോൾ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഒഴിക്കേണ്ട സാധനം എന്താ? ഇനി നമ്മുടെ മെയിൻ ഐറ്റം സോഡ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ഈ സോഡ ഗ്യാസ് വരുന്നുണ്ടല്ലേ, ഇത് നമുക്ക് സംബന്ധിച്ചിടത്തോളം സോഡ സർബത്ത്, നാരങ്ങ സോഡ, ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഭാഗമാണ്. പക്ഷെ പലരും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അറിയില്ല. പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റിന് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കും. പക്ഷെ ഞാനിത് ഉണ്ടാക്കുമ്പോൾ മഴ പെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. മഴയത്ത് അത് കുടിച്ചപ്പോൾ ഉണ്ടായൊരു സുഖം, അതൊരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. അതങ്ങനെ മുഴുവൻ ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ച് മുകളിലേക്ക് എത്തിക്കുക. നമ്മൾ എപ്പോഴും ഞാൻ പറയും, നമ്മൾ സിപ്പ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ചൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ഈ സാധനം ഒന്ന് വെക്കണം. നമ്മളിത് ശരിക്കുള്ള ഓറഞ്ചിൽ ചെയ്യാച്ച കഴിക്കും. സിട്രസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും കഴിക്കില്ല, നല്ല മധുരമായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ 1 മിനിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ നമ്മുടെ സിട്രസ് സോഡ സർബത്ത് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഐറ്റം. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി അടുത്ത് കൊണ്ടുപോയി കാണിച്ചാൽ 2 മിനിറ്റ് വെച്ചാലോട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് അറിയുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെയായിരിക്കും. മഴയുടെ ചറപറ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. മഴയത്ത് ഇത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.